ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായ എൻ്റെ സ്നേഹിതനായ ഡോക്ടർ ആസാദ് മൂപ്പൻ, കൂടാതെ കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡൻറ്റ് ബഹുമാനായ ശ്രീ അബ്ദുള്ള മാസ്റ്റർ, സദസ്സിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, 2 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ച് തീരത്തക്ക ഒരു സബ്ജക്റ്റ് എൻ്റെ പ്രസംഗം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു മതത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ആ മതത്തിൻ്റെ വൈശിഷ്ട്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഇവിടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഞാൻ ജന്മം കൊണ്ട് സ്വീകരിച്ചതാണ് മതം. ഒരുപക്ഷെ നിങ്ങളിവിടെ ഇരിക്കുന്ന 99% മതം മാറിയ ആളുകളാരും ഇവിടെ കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. 99% ആളുകളും അതുപോലെ ജന്മം കൊണ്ട് സ്വീകരിച്ച മതമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മതം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. കുടുംബ മഹിമ നീ എന്താടാ കാണിക്കാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെ മഹിമ നിങ്ങൾ ജനിച്ചു വളരുമ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ സ്നേഹദൂതിനെപ്പറ്റി, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിത സത്യമേകു എന്ന് പറയുന്നത്, സ്നേഹം അതിലാണ് നിങ്ങളുടെ ഉൽപ്പത്തി. നിങ്ങളുടെ ആദ്യമായി ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ നിങ്ങളുടെ ഉൽപ്പത്തിയിൽ ഒരു മാതാവിൻ്റെ പൊക്കിൾ കൂടിയാണ് അത് ജന്മം കൊള്ളുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്നേഹോപഹാരം എന്ന് പറയുന്നത് നിർവൃതിയോടുകൂടി ഒരു മാതാവ്, അമ്മ നിങ്ങൾക്ക് നൽകുന്ന ചുംബനമാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ നീരുറവ എവിടുന്നു ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മുലപ്പാൽ കൂടിയാണ്. ഒരുപക്ഷെ എക്കാലവും നമ്മൾ മറന്നു പോകാറുള്ളൊരു കാര്യമാണ്. എന്നാൽ തന്നെയും ഞാൻ എന്നും മനസ്സിൽ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയാണ്. കാരണം എല്ലാ മതങ്ങളും ഒന്നുപോലെയാണെന്നും എല്ലാ മതങ്ങളിലും വൈശിഷ്ട്യമുണ്ടെന്നും, അതുകൊണ്ട് എൻ്റെ രീതി ഒരു വേറിട്ട രീതിയാണ്. ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചു എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശശുദ്ധികൾ എല്ലാ മതത്തിൽ നിന്നും കടഞ്ഞെടുത്തുണ്ടാക്കിയതാണ്. ഏറ്റവും കൂടിയ ത്യാഗവും ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് യേശുദേവനിൽ നിന്നാണ്. കാരണം കുരിശിൽ കിടക്കുന്ന സമയവും അദ്ദേഹം ഇവൻ ചെയ്ത കുറ്റം അറിയുന്നില്ല, ഇവനോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ മനസ്സ്, ഒരുപക്ഷെ ശരശയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യർ സത്യത്തിനും ത്യാഗത്തിനും വേണ്ടി ജീവിച്ച ശിക്ഷാകാരികളുടെ ഉന്നതിയിൽ ഉൾക്കൊണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു മാതാവിൻ്റെ ദുഃഖം കണ്ടത് വ്യാകുല മാതാവിൻ്റെ ദുഃഖമാണ്. സ്വന്തം മകനെ, സത്പുത്രനെ മടിയിൽ കിടത്തി ദുഃഖിതയായി കുനിഞ്ഞിരിക്കുന്ന വ്യാകുല മാതാവിൻ്റെ ചിത്രം എന്നും എനിക്കൊരു ദുഃഖമാണ്. അതേ അവസരത്തിൽ 100 പുത്രന്മാർ മരിച്ച ഗാന്ധാരിയുടെ വിലാപത്തിന് ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കർമ്മം ചെയ്യാനായിട്ട് എനിക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ ഗീതയിലെ ചില വാചകങ്ങളാണ്, കർമ്മണ്യേവാദികാലസ്ഥിയെ മഫലേഷു കഥാചന, അതാണ് ഞാൻ നോക്കുന്നത്. കർമ്മം ചെയ്യുന്ന ഏത് രീതിയിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അതിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയത്. അതേ അവസരത്തിൽ സ്നേഹഭാവം, സമഭാവന, സാഹോദര്യം, സഹായം, സക്കാത്ത്, ഇങ്ങനെയുള്ള എല്ലാ വൈശിഷ്ട്യ ഗുണങ്ങളും ഞാനൊരു ഇസ്ലാമിക് മതത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് അതിഥികൾ കുറിക്കാനുള്ള ഡ്രോയിങ് റൂമിൽ ഇതിൻ്റെ 3 പ്രതിനിധാനങ്ങളായ ഇസ്ലാമിക പ്രതിരൂപമായ ഖാബയുടെയും യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴത്തിൻ്റെയും അതുപോലെ തന്നെ ഗീതയുടെയും പ്രതിരൂപങ്ങൾ ഞാനവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികളും എൻ്റെ മാതാവും എന്നെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്,
വാസ്തവത്തിൽ മതസൗഹൃദം തുടങ്ങുന്നത് വീട്ടിൽ നിന്നുമാണ്, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. നിങ്ങളുടെ കുട്ടികളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. എല്ലാ മതത്തിനെയും ഒരുപോലെ സ്നേഹിക്കാനും ഒരു മതവും ഒന്നിൽ നിന്നും വലിപ്പപ്പെട്ടതാണെന്ന് വിചാരിക്കാൻ സാധിക്കില്ല. കാര്യം ഞാനൊരു സർജനാണ്, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ രോഗികളെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ശരീരം കീറിമുറിച്ച് നോക്കുമ്പോഴും രക്തം കാണുമ്പോഴും ഒരു വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഒന്നുപോലെ തന്നെ. മനുഷ്യൻ്റെ മനസ്സിലും ചിന്തയിലും രൂപത്തിലും മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ വിശിഷ്ടമായ മനുഷ്യൻ്റെ ചിന്താഗതികൾ വളർത്തിയെടുക്കണമെങ്കിൽ പ്രസംഗം കൊണ്ടൊന്നും നടക്കില്ല. അതിന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അഗാധതയിലേക്ക് കടന്നു ചെന്ന് എല്ലാ മനുഷ്യരെയും, കാരണം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ചിന്താഗതിയിൽ എന്നെക്കാളിലും വലിയ ഒരു വ്യക്തിയായിരിക്കും എൻ്റെ അടുത്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് ദൈവം എന്തോ ഒരു വൈശിഷ്ട്യം തന്നിട്ടുണ്ട്, ഞാൻ അതിനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തുള്ള എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കുന്നു. അത്തരം ഒരു മനസ്ഥിതി ഉണ്ടാക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഈ നാശങ്ങൾക്കും ഈ മതചിന്തകൾക്കും എല്ലാം പരിഹാരമുണ്ടാകും. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും 1000 ആശംസയും നിങ്ങൾക്കെല്ലാ ആളുകൾക്കും സുഖവും സംതൃപ്തിയും സന്തോഷവും ആരോഗ്യവും തരയണമേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.